ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൻ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ശ്രീലങ്കൻ വിഭവമാണ്. അതിൻ്റെ പേരാണ് ലവേരിയ. ഇത് നമ്മുടെ നൂലപ്പം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇടിയപ്പം, അതിൻ്റെയും പിന്നെ കോഴിക്കോട്ടയുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ട്രഡീഷണൽ ഫുഡാണിത്. ലവേരിയയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അതാണ് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരണ്ടിയതും ശർക്കരയാണ്. ഇപ്പം നമ്മൾ സാധാരണ കോഴിക്കോട്ടയ്ക്കകത്ത് നമ്മൾ ഫില്ലിങ് വെക്കത്തില്ലേ, അതുപോലെ നമുക്ക് ശർക്കര ഉരുക്കിയതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങയോടെ ഇട്ട് ഒന്ന് വിളയിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചതോടെ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ കോഴിക്കോട്ടയ്ക്കകത്തൊക്കെ വെക്കുന്ന ആ ഫില്ലിങ് തന്നെ. അപ്പോൾ ആദ്യം നമ്മുടെ ഇടിയപ്പത്തിലൊക്കെ കുഴയ്ക്കുന്നത് പോലെ അരിപ്പൊടി കുറച്ച് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാം. നമുക്ക് എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി, ഇത് 1 കപ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പോടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളമൊക്കെ മതി കേട്ടോ, ഇതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഇതോടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് തിളച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ഈ ഇതിനകത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നമുക്ക് ഞെക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മതി. ആ നെയ്യ് കൂടെ ചേർത്തു. ഇപ്പോൾ ഉപ്പും ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിവിടെ കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ചതായിരുന്നു. അപ്പോൾ അല്ലാതെ നമ്മൾ സാധാരണ ഒരു പാനിനകത്തേക്ക് തിളപ്പിച്ചാലും മതി. പക്ഷേ ഇത് കെറ്റിലുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് തിളപ്പിച്ചതേ ഉള്ളൂ. ഇനി വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. മുഴുവൻ ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പാകം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇത് കൂടുതൽ വെള്ളം ഒഴിക്കാം. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കുറച്ചുകൂടെ ഒഴിക്കണം. ഇപ്പം ഞാനിത് ഏകദേശം എത്ര കപ്പ് വെള്ളം ഒഴിച്ചെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കൃത്യമായിട്ട് കാണിക്കാം കേട്ടോ. 1 കപ്പ് പൊടിക്ക് ഇപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണ്ടി വരുമായിരിക്കും കേട്ടോ. ഇത് ഇങ്ങനെ ഇപ്പം ഒഴിച്ചപ്പോൾ തന്നെ ഇത്രയും അങ്ങ് ആയിട്ടില്ല. ഇത് മുഴുവൻ ഞാൻ ഒഴിക്കുകയാണേ. ഇപ്പം ശരിക്കും ഓരോ പൊടിക്കും ഓരോ രീതിയാണ്. എല്ലാ പൊടിക്കും ഇങ്ങനെ കൃത്യം എമൗണ്ട് അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ ആ ഒരു പരുവം എങ്ങനെയാണെന്ന് നമുക്ക് കാണാവേ, അപ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ അതിങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത് പോരാ, കുറച്ചുകൂടെ വേണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാനിവിടെ എടുക്കുകയാണേ. അതും കുറേശ്ശായിട്ട് ഒഴിച്ചാൽ മതിയേ. 1 കപ്പ് ഒരു 2-3 സ്പൂണോടെ മതി കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാലൊട്ട് ഒട്ടത്തുമില്ല. ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് ഒന്ന് റെഡി ആകട്ടെ. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും കൊണ്ടുള്ള മിക്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനൊരു ശർക്കരയുടെ പകുതി ഇതാണ് ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്, ഒത്തിരി ഇല്ല. 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചിലപ്പോഴൊക്കെ ഇതിനകത്ത് ഒരു തരി കാണുമല്ലോ, അതിൻ്റെ ആ നാരും ഒക്കെ കാണുമല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കിത് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തിരുന്ന് ഇതൊന്ന് മെൽറ്റാകട്ടെ. ശർക്കരയൊക്കെ ഇത് കണ്ടോ കംപ്ലീറ്റ്ലി ഉരുകിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാനിനകത്തോട്ട് അരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വല്ല പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളൂല്ലോ. നമ്മൾ പാൻ അടുപ്പത്ത് വെക്കാം. ഇതിനകത്ത് അങ്ങനെ വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെങ്ങാനും വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും കടിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അധികം അങ്ങനെ ഒന്നുമില്ല, എന്നാലും ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുന്നതല്ലേ. ഒരു ചെറിയ പൊടിയുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്. അതോടെ ഇട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയ്ക്കകത്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണേ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ആ സമയമാകുമ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ്ലി വറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഏലക്ക, ഒരു 3 ഏലക്കയാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. അതുകൂടെ നമുക്ക് പൊടിച്ചിട്ട് അതിനകത്തോട്ടിടാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഇതിനകത്താണെങ്കിൽ ചെറിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ ഇതിനകത്ത് പൊടിച്ചാൽ മതിയല്ലോ. ഇതും കൂടെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഏലക്കയൊക്കെ പൊടിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ കൂടെ ഇട്ട് 2 കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിനകത്ത് ഇട്ട് പൊടിച്ചാൽ നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു വെക്കാം കേട്ടോ. പക്ഷേ ഇത് നമുക്കൊരു 3 എണ്ണമല്ലേ ഉള്ളൂ, അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇതെല്ലാം ഒരുവിധം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക്
ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഉണ്ട്, ഏലക്ക പൊടിച്ചത് ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ വളരെ കുറച്ച് നെയ്യും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, ഒരു കുറച്ച്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങ് ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കട്ടെ, കാരണം ഇത് ചൂടാറുമ്പോഴത്തേനും ഇതിന് കുറച്ചുകൂടെ അങ്ങ് തിക്കായി വരും. അതുകൊണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടൊക്കെ ഒന്ന് ആറിയിട്ടാണ് നമ്മൾ ലവേരിയയ്ക്കകത്ത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങ വിളയിച്ചത്, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു സ്റ്റീമറിനകത്ത് നമ്മുടെ അപ്പച്ചൻ പോട്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പേ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ ലവേരിയ ഉണ്ടാക്കാൻ തുടങ്ങാം. അധിക സമയമൊന്നും എടുക്കത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി അതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് തിളച്ചോളൂല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ ഇരുന്ന് ചൂടാട്ടെ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു വാഴയിലയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തടവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോഴത്തേനും ആ നെയ്യ് ഇലയിലുള്ളപ്പോഴത്തേനും നന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, കുറച്ച് നെയ്യുണ്ട്. ഇത് ഈ ഇലയിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇത് നമ്മൾ റോൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കാണിക്കാം, അപ്പം മനസ്സിലാവില്ല. അറിയാവുന്നവർക്ക് എനിക്കറിയത്തില്ല. ഞാനിത് കുറച്ചാൾ മുമ്പാണ് കേട്ടോ ഇങ്ങനെ ഒരു വിഭവത്തെപ്പറ്റി കേൾക്കുന്നത്. ഒരു ശ്രീലങ്കൻ ഒരു ചാനലിലാണ് ഇത് കണ്ടത്. അപ്പം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനവിടെ ചെയ്തു, ആഹാ, ഇത് നമ്മുടെ ഇടിയപ്പവും കോഴിക്കോട്ടേക്കടെ കൂടി ഉണ്ടാക്കിയ ഒരു സാധനമാണല്ലോ. അപ്പം നമുക്കും ഇഷ്ടപ്പെടും, കാരണം നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇലയിലോട്ട് തേച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ ഇതിനകത്ത് തൂക്കുന്നുണ്ട്. ഇതിനകത്ത് തൂത്തു. ഇപ്പം ജസ്റ്റ് മിച്ചമുള്ളത് ഇതേലും കൂടെ അങ്ങ് തൂക്കാം മതി. ഇതിനകത്തോട്ട് ഇതുണ്ട്, മാവ് റെഡിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് നിറച്ചിടുന്നില്ലേ. ഇനി ഇതൊഴിച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇതൊന്ന് കറക്കിയെടുക്കാം. ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്കാം. ഇത് നമ്മളിങ്ങനെ വട്ടത്തിൽ ഇത് എടുക്കണേ. അപ്പോൾ ഇതങ്ങനെ നോക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കറക്കി എടുക്കണം. കുറച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇത് മതി. ഇതിൻ്റെ മിക്സ് കുറച്ച് നമ്മളിതിന് നടുക്കോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളൊരു ഏകദേശം ഒരു ഹാഫ് വരെ ഒന്ന് മടക്കണം. അപ്പം ഇങ്ങനെ ആയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ മടക്കുക. ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്നും കൂടെ മടക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. ഇതാണ് ലവേരിയയുടെ ഷേപ്പ്. ഇനി ഇത് നമ്മൾ സ്റ്റീമറിനകത്ത് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കും, അത്രയേ ഉള്ളൂ. കാണുമ്പോൾ നല്ലൊരു രസമല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, സ്റ്റീമർ അതിനകത്ത് നമ്മൾ ഓൾറെഡി ആവിയൊക്കെ വരാൻ തുടങ്ങി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു വാഴ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം. വേണമെങ്കിൽ ഈ ഇല തന്നെ വെച്ച് നമുക്ക് ചെയ്യാം, പക്ഷെ ഞാനിതൊന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് അതുകൂടെ വെക്കാം നമുക്ക്. അടുത്തത് നമ്മൾ ഇതിനകത്തേക്ക് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2 എണ്ണം ഞാൻ വെക്കുന്നുള്ളൂ, കാരണം ഒത്തിരി അങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങ് ടച്ച് ചെയ്തിരുന്നാൽ ശരിയായില്ലോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം. കുറച്ച് സമയം ഇതൊന്ന് ആവി കയറട്ടെ. പലരും പറയാറുണ്ട് ഈ ഇടിയപ്പം അത് ഞെക്കിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ശരിക്കും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അളവ് ശരിയായാൽ നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമ്മൾ ആ വെള്ളം തിളച്ചതിനകത്തോ അല്ലെങ്കിൽ ഈ പൊടിക്കകത്ത് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഞെക്കിയെടുക്കുമ്പോഴത്തേനും ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളം കൊണ്ട് ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പപ്പടി. ചില അരിപ്പൊടിക്കകത്ത്, ഇടിയപ്പത്തിൻ്റെ പൊടിക്കകത്ത് പച്ചവെള്ളം ഒഴിച്ചും തിളപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇതുപോലെ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഞെക്കിയെടുക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലത്തെ കറക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപയോഗിച്ചാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുകൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം.
കണ്ടോ എന്ത് ഈസി ആയിട്ട് ഇത് വരുന്നത് കണ്ടോ. ഒട്ടും അങ്ങ് ഒരു പ്രഷർ നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങയുടെ മിക്സ് അത് ഇതിനകത്തോട്ടിടുക. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാട്ടോ. എന്തോ കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടുതൽ ഇഷ്ടമാണ്, ഫില്ലിങ് ഒത്തിരി ഇഷ്ടമാണ്, അങ്ങനെയുള്ളവർ അതനുസരിച്ച് നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ. തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കിയത് മിച്ചം ഉണ്ടെങ്കിൽ നമുക്കതൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേനും ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്കതിന് മിക്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതുണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ലവേരിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റീമൊക്കെ ശരിക്കും കയറിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മതി. ഓൾറെഡി നമ്മൾ ആ പൊടി മിക്സ് ചെയ്ത് നല്ല തിളച്ച വെള്ളത്തിലാണല്ലോ, അത് ഓൾറെഡി വാട്ടിക്കുഴച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതുണ്ട്. ഇനി നമ്മൾ ഈ ഇലയോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഇലയോട് കൂടി എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയോടെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഞാനത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് വേണം, എങ്ങാനും ഒട്ടിപ്പിടിച്ചാലോ. അപ്പോൾ ഇത് രണ്ടും ഇച്ചിരി മാറ്റി വെച്ചിട്ട് ഇനി ഇതോടെ ഇവിടെ ഇരുന്ന് ആവിയാട്ടെ. അപ്പോൾ നമ്മൾ വെച്ചിരുന്ന ഇത് ലാസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-10 മിനിറ്റായി. അപ്പോൾ ഈ സമയം ആകുമ്പോഴത്തേനും അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതോടെ നമുക്കൊന്ന് പുറത്തോട്ട് എടുത്തേക്കാം. ഇത് വേണ്ട, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ആവി പറക്കുന്ന ലവേരിയ ഇത് കണ്ടോ റെഡിയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് വെക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലവേരിയ ഇതിനകത്തേക്ക് വെക്കാം. കണ്ടോ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലവേരിയ ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഒരെണ്ണം നമുക്കിങ്ങനെ എടുക്കാം, എന്നിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ആ ശർക്കര ഇതുമെല്ലാം ഫില്ല് ചെയ്തുകൊണ്ട് കാണുമ്പോൾ തന്നെ ഇത് കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ കോഴിക്കോട്ടൊക്കെ തുറക്കുമ്പോഴത്തെ ആ ഒരു ഇതാണ്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഹലോ, ശരിക്കും കോഴിക്കോട്ടയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ആ ഇടിയപ്പം രണ്ടും കൂടെ കൂടിയ ഒരു ടേസ്റ്റ്, അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമെന്ന മര്യാദയ്ക്ക് കോഴിക്കോട്ട അങ്ങ് ഉണ്ടാക്കി കഴിച്ചാൽ പോരെന്ന്. അങ്ങനെയല്ല, നമ്മൾ ഓരോ പല രാജ്യത്തും പല വിഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ഓരോ രാജ്യത്ത് അവരുടെ ട്രഡീഷണൽ ഫുഡ് എന്താണെന്ന് അറിയാനും അത് ഇടയ്ക്ക് പറ്റുന്നതാണെങ്കിലും ഉണ്ടാക്കി നോക്കാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേനും ഇത് നല്ലതായിരുന്നു, അതുകൊണ്ട് ഒന്ന് കാണിച്ചാണ്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും കോഴിക്കോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. വീഡിയോ ഉടനെ തന്നെ വേറെ വീഡിയോയുമായിട്ട് കാണാം. ബായ്.